സഹോദരങ്ങളാൽ മരുഭൂമിയിലെ ആഴമേറിയ കിണറ്റിലേക്ക് എറിയപ്പെടുകയും പിന്നീട് മണലാരണ്യത്തിലെ കച്ചവട സംഘത്താൽ കണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ബാലന്റെ കഥ എന്നെ തേടിയെത്തുന്നത്. നൂറുൽ മുനീറിലെ വായനയിൽ ഞാൻ കണ്ടെത്തിയ ആ മനോഹരമായ കഥാംശം ക്ഷമയുടെയും സൗന്ദര്യത്തിന്റെയും ഇതിഹാസമായ യൂസഫിന്റെ കഥയായിരുന്നു. ദൈവിക തേജസ്സിന്റെ പൂർണ്ണത അള്ളാഹു സൗന്ദര്യത്തിന്റെ പകുതിയും യൂസഫിന് നൽകി എന്നാണ് പറയപ്പെടുന്നത്. നിലാവുദിച്ച മരുഭൂമി പോലെ ആ മുഖം തിളങ്ങി നിന്നു. എന്നാൽ ആ ശോഭ ബാഹ്യരൂപത്തിൽ മാത്രമായിരുന്നില്ല. പർവ്വതങ്ങളോളം ഉറപ്പുള്ള സ്വഭാവ മഹിമയിലും ക്ഷമയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ വശ്യത. പരീക്ഷണങ്ങളുടെ ആഴക്കടലിൽ സഹോദരങ്ങളുടെ അസൂയയാൽ ആഴമേറിയ കിണറ്റിൽ എറിയപ്പെട്ടപ്പോഴും അടിമയായി ചന്തയിൽ വിൽക്കപ്പെട്ടപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ആ പുഞ്ചിരി മാഞ്ഞില്ല. താൻ നേരിട്ട കൊടിയ വഞ്ചനകളേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കാരുണ്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രിയമായ അനുഭവങ്ങൾ ഒരാളെ ക്രൂരനാക്കുമെന്ന് ലോകം കരുതിയപ്പോൾ നോവുകളെ നന്മയാക്കി മാറ്റിയ ചരിത്രമാണ്. ഇരുളടഞ്ഞ കിണറ്റിൽ നിന്നും കൊട്ടാരത്തിന്റെ ഉന്നതിയിലേക്കുള്ള ആ യാത്ര വിനയവും ദയയും കൈവിടാത്തവർക്ക് ദൈവം നൽകുന്ന ഉന്നതമായ സമ്മാനമാണ്.